Hi friends, welcome back to Sana's Edu Tips. ഇന്നത്തെ എക്സാം പോസ്റ്ററിൽ നമ്മുടെ സിലബസിൽ മോഡേൺ ടെക്നിക്സ് ഇൻ ജോഗ്രഫി എന്ന ടൈറ്റിലിൻ്റെ അണ്ടറിൽ റിമോട്ട് സെൻസിങ്ങിനെ കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിലും റിമോട്ട് സെൻസിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ജോഗ്രഫി ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. സോ അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. കുഞ്ഞു കാര്യങ്ങളേ ഉള്ളൂ. പ്രീവിയസ്ലി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ 101 ക്വസ്റ്റ്യൻസ് ഇടുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അത് കിട്ടാൻ സാധ്യതയില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എക്സാം പോസ്റ്റർ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലോട്ട് പോവാം. അപ്പോൾ റിമോട്ട് സെൻസിങ്. അപ്പോൾ ഇങ്ങനെയാണ് റിമോട്ട് സെൻസിങ്ങിനെ കുറിച്ച് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നേക്കുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമുക്ക് നോക്കേണ്ട കാര്യം സാറ്റലൈറ്റ്സ് യൂസ് ചെയ്തിട്ട് ഡാറ്റ കളക്ഷൻ സ്റ്റാർട്ടാവുന്നത് 1960s ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. അപ്പോൾ ക്യാമറാസ് അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കാനർ എല്ലാം എന്താണ് ഈ ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താണ് റിമോട്ട് സെൻസിങ്, വാട്ട് ഡു യു മീൻ ബൈ റിമോട്ട് സെൻസിങ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. എ മെത്തേഡ് ഓഫ് കളക്ടിങ് ഇൻഫോർമേഷൻ, ഇവിടെ മുതൽ കേട്ടോ, എ മെത്തേഡ് ഓഫ് കളക്ടിങ് ഇൻഫോർമേഷൻ എബൌട്ട് ആൻ ഒബ്ജക്റ്റ്, പ്ലേസ് ഓർ ഫിനോമിനൻ വിത്തൗട്ട് ആക്ച്വൽ ഫിസിക്കൽ കോണ്ടാക്ട് ഈസ് റിമോട്ട് സെൻസിങ്. അതായത് ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെയോ അല്ലെങ്കിൽ ഒരു പ്രതിഭാസത്തെയോ, ദാറ്റ് മീൻസ് ഒരു ഫിനോമിനെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശബന്ധം കൂടാതെ, വിത്തൗട്ട് ആക്ച്വൽ ഫിസിക്കൽ കോണ്ടാക്ട്, സ്പർശബന്ധം കൂടാതെ നമ്മൾ ഡാറ്റാസ് എല്ലാം കളക്ട് ചെയ്യുന്ന ഒരു രീതിയാണ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ, മെത്തേഡ് ഓഫ് കളക്ടിങ് ഇൻഫർമേഷൻ എബൌട്ട് എൻ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു പ്ലേസ് അല്ലെങ്കിൽ ഒരു ഫിനോമിനൻ വിത്തൗട്ട് ആക്ച്വൽ ഫിസിക്കൽ കോണ്ടാക്ട് ഈസ് റിമോട്ട് സെൻസിങ്. അപ്പോൾ ഇതാണ് റിമോട്ട് സെൻസിങ്ങിൻ്റെ ഒരു ഡെഫിനേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ഡിവൈസസ് യൂസ്ഡ് ഫോർ ഡാറ്റ കളക്ഷൻ ഇൻ റിമോട്ട് സെൻസിങ് ആർ കാൾഡ് സെൻസേഴ്സ്. അപ്പോൾ റിമോട്ട് സെൻസിങ്ങിൽ ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഈ സെൻസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൻസേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരാം? ക്യാമറാസ് ഒക്കെ വരാം അല്ലേ? ക്യാമറാസ് ആൻഡ് സ്കാനേഴ്സ് ആർ സെൻസേഴ്സ്. അപ്പോൾ സെൻസേഴ്സിന് എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ എന്താണ്? ക്യാമറയും സ്കാനേഴ്സ് എല്ലാം എന്താണ്? സെൻസേഴ്സ് ആണ്. ഇനി സെൻസർ എന്താ ചെയ്യുന്നത്? ദ സെൻസേഴ്സ് റെക്കോർഡ് ദ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ റിഫ്ലക്റ്റഡ് ബൈ ദ ഒബ്ജക്ട്സ്. അപ്പോൾ ഒബ്ജക്ട്സിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്യുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ സെൻസേഴ്സ്. ഓക്കെ, ദ കാരിയർ ഓൺ വിച്ച് സെൻസേഴ്സ് ആർ ഫിക്സഡ് ഈസ് കോൾഡ് പ്ലാറ്റ്ഫോം. അപ്പോൾ സെൻസേഴ്സ് എവിടെയാണോ വെച്ചേക്കുന്നത് അതിനെയാണ് നമ്മൾ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പോൾ മേ ബി എന്താണ്, ചിലപ്പോൾ അതൊരു ബലൂണിൽ വെച്ചേക്കാം, അല്ലെങ്കിൽ ഒരു എയർക്രാഫ്റ്റിൽ വെക്കാം, അല്ലെങ്കിൽ സാറ്റലൈറ്റ്സിലൊക്കെ നമുക്ക് വെക്കാം അല്ലേ. സോ ഈ ഒരു കാര്യമാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ഇനി കുറച്ച് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു കാര്യം നോക്കിയിട്ട് ഇങ്ങോട്ട് ബാക്കിയുള്ള കാര്യത്തോട്ട് അപ്പോൾ ഒരു കണക്ഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ആൻഡ് എനർജി സോഴ്സ് ഈസ് എസെൻഷ്യൽ ഫോർ റിമോട്ട് സെൻസിങ്. അപ്പോൾ ഈ ഒരു റിമോട്ട് സെൻസിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ഒരു എനർജി സോഴ്സ് എസെൻഷ്യൽ ആണ്. അപ്പോൾ അത് ഏതൊക്കെ എനർജിയാണെന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കാം. ദീസ് മേ ബി ദി സോളാർ എനർജി കണ്ടെയ്നിങ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിൽ നിന്നുള്ള സോളാർ എനർജി ആവാം, അല്ലെങ്കിൽ ഓർ ആൻ ആർട്ടിഫിഷ്യൽ സോഴ്സ് ഓഫ് ലൈറ്റ്, അല്ലെങ്കിൽ എന്താവാം? ആർട്ടിഫിഷ്യൽ സോഴ്സ് ഓഫ് ലൈറ്റ് ആവാം. അപ്പോൾ നമുക്ക് റിമോട്ട് സെൻസിങ്ങിന് എന്ത് വേണം? ഒരു എനർജി സോഴ്സ് എന്തായാലും വേണം. അത് ഒന്നില്ലെങ്കിൽ സോളാർ എനർജി കണ്ടെയ്നിങ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ നിന്നുള്ള സോളാർ എനർജി ആവാം, അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ സോഴ്സ് ഓഫ് ലൈറ്റ് ആവാം. ഓക്കെ, റിമോട്ട് സെൻസിങ് ഈസ് മെയ്ഡ് പോസിബിൾ എയ്തർ ബൈ യൂട്ടിലൈസിങ് ദ സൺലൈറ്റ് ഓർ ആൻ ആർട്ടിഫിഷ്യൽ ലൈറ്റ് റിഫ്ലക്റ്റഡ് ഫ്രം വേരിയസ് ഒബ്ജക്ട്സ്. അപ്പോൾ റിമോട്ട് സെൻസിങ് എപ്പോഴാണ് പോസിബിൾ ആവുന്നത്? ഒന്നില്ലെങ്കിൽ സൺലൈറ്റിൽ നിന്നുള്ള ആ ഒരു എനർജി യൂട്ടിലൈസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റ് റിഫ്ലക്റ്റഡ് ഫ്രം വേരിയസ് ഒബ്ജക്ട്സ്. അപ്പോൾ വേരിയസ് ഒബ്ജക്ട്സിൽ നിന്നുള്ള എന്താണ് റിഫ്ലക്ഷൻ വഴി കിട്ടുന്ന ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റ് വഴിയായിരിക്കും എന്താണ് ഈ ഒരു റിമോട്ട് സെൻസിങ് പോസിബിൾ ആവുക. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാം. വെൻ ഫോട്ടോഗ്രാഫ്സ് ആർ ടേക്കൺ ബൈ യൂസിങ് എ ക്യാമറ വിത്ത് ഫ്ലാഷ്. അപ്പോൾ നമ്മൾ ഫോട്ടോഗ്രാഫ്സ് എടുക്കുകയാണ്, അവിടെ എന്താണ്? ക്യാമറ വിത്ത് ഫ്ലാഷ് വെച്ചിട്ട് നമ്മൾ ഫോട്ടോഗ്രാഫ്സ് എടുക്കുകയാണെങ്കിൽ ദ ക്യാമറ ഇസ് ദ സെൻസർ. അവിടെ ക്യാമറ എന്താണ്? സെൻസർ ആണ്. ആൻഡ് ദ ലൈറ്റ് ബീം ഫ്രം ദ ഫ്ലാഷ്. അപ്പോൾ ഫ്ലാഷ് എന്താണ് ഫ്ലാഷിൽ നിന്ന് വരുന്ന ആ ലൈറ്റ് ബീമിന് നമ്മൾ എന്ത് പറയുന്നു? ആർട്ടിഫിഷ്യൽ എനർജിയാണ് അല്ലേ. അപ്പോൾ ദ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി റിഫ്ലക്റ്റഡ് ആൻഡ് റേഡിയേറ്റഡ് ബൈ ഒബ്ജക്റ്റ് ഈസ് യൂട്ടിലൈസ്ഡ് ഇൻ റിമോട്ട് സെൻസിങ് ടെക്നോളജി. അപ്പോൾ റിമോട്ട് സെൻസിങ് ടെക്നോളജിയിൽ എന്താണ്? അത് ഇലക്ട്രോമാഗ്നറ്റിക് എനർജി റിഫ്ലക്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ റേഡിയേറ്റ് ചെയ്യുന്നതെല്ലാം ഇവന്ന് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഈ ഒരു കാര്യത്തിൽ പറഞ്ഞേക്കുക. ഇനി നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഈ സോഴ്സസ് ഓഫ് എനർജി ഉണ്ടല്ലോ, അതിൻ്റെ ബേസിലും അതേപോലെ തന്നെ ഏത് പ്ലാറ്റ്ഫോമിലാണോ ഈ സെൻസേഴ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ ബേസിക്കിലും ആയിട്ട് നമുക്ക് റിമോട്ട് സെൻസിങ്ങിന് 2 ടൈപ്പായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഏതാണെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, സോഴ്സസ് ഓഫ് എനർജീൻ്റെ ബേസിക്കിൽ
റിമോട്ട് സെൻസിങ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് റിമോട്ട് സെൻസിങ് ബേസ്ഡ് ഓൺ ദി സോഴ്സ് ഓഫ് എനർജി. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം പാസീവ് റിമോട്ട് സെൻസിങ്ങും ആക്റ്റീവ് റിമോട്ട് സെൻസിങ്. സിമ്പിളാണ്. പാസീവ് റിമോട്ട് സെൻസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിമോട്ട് സെൻസിങ് ഈസ് ക്യാരിഡ് ഔട്ട് വിത്ത് ദി ഹെൽപ്പ് ഓഫ് സോളാർ എനർജി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ സോളാർ എനർജിയുടെ ഹെൽപ്പോട് കൂടിയിട്ട് നടക്കുന്നതാണ് അങ്ങനത്തെ റിമോട്ട് സെൻസിങ് ആണ് നമ്മൾ എന്ത് പറയാം, അത് പാസീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു റിമോട്ട് സെൻസിങ്ങിന് എന്തായാലും ഏതെങ്കിലും ഒരു സോഴ്സ് ഓഫ് എനർജി എസെൻഷ്യൽ ആണ്. അത് ഏതായിരിക്കും? സോളാർ എനർജി ആണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? പാസീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയും. ഓക്കെ, റിമോട്ട് സെൻസിങ് ഈസ് ക്യാരിഡ് ഔട്ട് with the help of solar energy is known as passive remote sensing. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഹിയർ ദ സെൻസേഴ്സ് ഡു നോട്ട് എമിറ്റ് എനർജി ബൈ ഇറ്റ് സെൽഫ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നില്ല? സെൻസേഴ്സ് എനർജി, അതിൻ്റെതായ എനർജി എന്ത് ചെയ്യുന്നില്ല? എമിറ്റ് ചെയ്യുന്നില്ല എന്നും കൂടി പറയുന്നുണ്ട്. ഇനി അടുത്ത് നോക്കൂ, ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? റിമോട്ട് സെൻസിങ് മെയ്ഡ് വിത്ത് ദി എയ്ഡ് ഓഫ് ആർട്ടിഫിഷ്യൽ സോഴ്സ് ഓഫ് എനർജി റേഡിയേറ്റിംഗ് ഫ്രം ദ സെൻസർ ഈസ് നോൺ ആസ് ആക്റ്റീവ് റിമോട്ട് സെൻസിങ്. അപ്പോൾ ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ആർട്ടിഫിഷ്യൽ സോഴ്സ് ഓഫ് എനർജിയിൽ നിന്നും അതിൻ്റെ ഒരു റേഡിയേഷനിൽ നിന്നും കിട്ടുന്നതാണ് എന്ത്, ഈ അതിലൂടെ വർക്ക് ചെയ്യുന്നതാണ് ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ, റിമോട്ട് സെൻസിങ് മെയ്ഡ് വിത്ത് ദി ആർട്ടിഫിഷ്യൽ സോഴ്സ് ഓഫ് എനർജി റേഡിയേറ്റിംഗ് ഫ്രം ദ സെൻസറിൽ നിന്നും റേഡിയേഷനിലൂടെ കിട്ടുന്ന ഒരു ആർട്ടിഫിഷ്യൽ സോഴ്സ് ഓഫ് എനർജിയിലൂടെ ആണെങ്കിൽ അതെന്താണ്? ആക്റ്റീവ് റിമോട്ട് സെൻസിങ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ബേസ്ഡ് ഓൺ ദ സോഴ്സ് ഓഫ് എനർജി, എനർജീൻ്റെ സോഴ്സിൻ്റെ ബേസിക്കലി റിമോട്ട് സെൻസിങ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, പാസീവും ആക്റ്റീവും. പാസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോളാർ എനർജിയുടെ ഹെൽപ്പോടുകൂടി, അത്ര മനസ്സിലാക്കുക. ആക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ആർട്ടിഫിഷ്യൽ സോഴ്സ് ഓഫ് എനർജി ഫ്രം ദ സെൻസറിൽ നിന്നും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് നമ്മൾ സോഴ്സ് ഓഫ് എനർജീൻ്റെ ബേസിക്കൽ. ഇനി പ്ലാറ്റ്ഫോം. അപ്പോൾ എവിടെയാണോ സെൻസർ വെച്ചേക്കുന്നത് അതിൻ്റെ ബേസിലാണ് ഈ പ്ലാറ്റ്ഫോം എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിൽ ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി ഉണ്ട്, ഏരിയൽ റിമോട്ട് സെൻസിങ് ഉണ്ട്, സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് ഉണ്ട്. ഇങ്ങനെ മൂന്നായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെറസ്ട്രിയൽ ആ വേർഡുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്താൽ മതി. The method of obtaining the earth ടൊപ്പോഗ്രഫി യൂസിങ് ക്യാമറാസ് ഫ്രം ദ ഗ്രൗണ്ട്. ഈ ഒരു പോയിന്റ് മാത്രം നോട്ട് ചെയ്താൽ മതി. അത് ഫ്രം ദ ഗ്രൗണ്ടിൽ നിന്നും എർത്തിൻ്റെ ടൊപ്പോഗ്രഫി നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ടെറസ്ട്രിയൽ ഫോട്ടോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എർത്തിൻ്റെ ടൊപ്പോഗ്രഫിയിൽ നിന്ന് എന്ത് ചെയ്യാൻ? എർത്തിൻ്റെ പിക്ചേഴ്സ് നമ്മൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതിയാണ് ഏത്? ടെറസ്ട്രിയൽ ഫോട്ടോഗ്രഫി. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർത്താൽ മതി, ഫ്രം ദ ഗ്രൗണ്ട് ആണെങ്കിൽ അത് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രഫി ആണ്. ദെൻ ഏരിയൽ റിമോട്ട് സെൻസിങ് എന്ന് പറയുമ്പോൾ ഏരിയൽ, അപ്പോൾ എയറോപ്ലെയിൻ, ആകാശം, അങ്ങനെ കണക്ട് ചെയ്യുക. ദ മെത്തേഡ് ഓഫ് ഒബ്റ്റൈനിങ് ഫോട്ടോഗ്രാഫ്സ് ഓഫ് ദ എർത്ത് സർഫസ് കണ്ടിന്യൂസ്ലി ഫ്രം ദ സ്കൈ ബൈ യൂസിങ് ക്യാമറാസ് മൗണ്ടഡ് ഓൺ എയർക്രാഫ്റ്റ് ഈസ് നോൺ ആസ് ഏരിയൽ റിമോട്ട് സെൻസിങ്. അതായത് വിമാനത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറകളുടെ സഹായത്തോടെ ആകാശത്തിൽ നിന്നും എന്താണ് എർത്തിൻ്റെ സർഫസിൻ്റെ ഒക്കെ പിക്ചേഴ്സ് പകർത്തുന്ന ഒരു രീതിയാണ് ഏത്? ഏരിയൽ റിമോട്ട് സെൻസിങ്. ഇപ്പോൾ ഏരിയൽ എയറോപ്ലെയിൻ സ്കൈയിൽ നിന്നും, ഓക്കെ, ആ രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യുക. ദെൻ സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്, ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പ്രോസസ് ഓഫ് ഗാദറിംഗ് ഇൻഫർമേഷൻ യൂസിങ് ദ സെൻസേഴ്സ് ഇൻസ്റ്റാൾഡ് ഇൻ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിൽ സെൻസേഴ്സ് ഉപയോഗിച്ച് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്ന ഒരു മെത്തേഡാണ്, ആ ഒരു രീതിയാണ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, ദ പ്രോസസ് ഓഫ് ഗ്യാദറിംഗ് ഇൻഫർമേഷൻ യൂസിങ് ദ സെൻസേഴ്സ് എവിടെ? ഇൻസ്റ്റാൾഡ് ഇൻ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സെൻസേഴ്സിലൂടെ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യുന്നൊരു രീതിയാണ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ടെറസ്ട്രിയൽ പറയുമ്പോൾ ഫ്രം ദ ഗ്രൗണ്ട്, ഏരിയൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഫ്രം ദ സ്കൈ ബൈ യൂസിങ് ക്യാമറാസ് മൗണ്ടഡ് ഓൺ ദ എയർക്രാഫ്റ്റ് എന്നുള്ള കാര്യം ഓർക്കുക. സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിലൂടെ സെൻസേഴ്സ് ഉപയോഗിച്ചിട്ട് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നൊരു രീതി. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം നമുക്ക് എക്സാമിന് ചോദിച്ച ഭാഗമാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് എന്നുള്ളത്. അപ്പോൾ ദ പ്രോസസ് ഓഫ് കളക്ടിങ് ഇൻഫർമേഷൻ യൂസിങ് സെൻസേഴ്സ് ഫിക്സഡ് ഓൺ ദ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഈസ് കോൾഡ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇവിടെ നമ്മുടെ ഈ ഒരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് നമുക്ക് വേണമെങ്കിൽ രണ്ടാക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് ആൻഡ് സൺ സിൻക്രോണസ് സാറ്റലൈറ്റ്സ്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ചതാണ്.
അപ്പോൾ എന്താണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റും സൺ സിങ്ക്രോണസ് സാറ്റലൈറ്റ് എന്ന് നോക്കാം. അപ്പോൾ ഈ ടേബിൾ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കുക. എക്സാമിന് നമുക്ക് ഇതേപോലെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നോക്കാം. അപ്പോൾ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്താണെന്ന് ആദ്യം നോക്കാം. ദീസ് ആർ ദ സാറ്റലൈറ്റ്സ് ദാറ്റ് മൂവ് ഓൺ ഈക്വൽ വെലോസിറ്റി വിത്ത് ദ എർത്ത് റൊട്ടേഷൻ. അപ്പോൾ ഈ ഒരു സാറ്റലൈറ്റിന് എന്താ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ എർത്തിൻ്റെ റൊട്ടേഷൻ്റെ അതേ ഒരു ഈക്വൽ വെലോസിറ്റിയിൽ എന്താണ് റൊട്ടേറ്റ് ചെയ്യുന്നതാണ്, മൂവ് ചെയ്യുന്നതാണ് ഈ ഒരു ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട് ഈ ഒരു സാറ്റലൈറ്റ്സിന്. എന്തൊക്കെയാണെന്ന് നോക്കാം. ദി ഓർബിറ്റ് ദ എർത്ത് അറ്റ് ആൻ എലിവേഷൻ ഓഫ് എബൌട്ട് 36,000 കിലോമീറ്റർ എബോവ് ഓൺ ദ എർത്ത്. അപ്പോൾ ഏകദേശം എന്താണ് എർത്തിൻ്റെ 36,000 എബോവിലാണ് ഇത്, ഉയരത്തിലാണ് ഇത് ഉണ്ടാവുക. 1/3 ഓഫ് ദ എർത്ത് കംസ് അണ്ടർ ഇറ്റ്സ് ഫീൽഡ് ഓഫ് വ്യൂ. അപ്പോൾ എന്താണ് ഭൂമിയുടെ 1/3 ഭാഗം അല്ലേ, 1/3 ഭാഗം ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, നിരീക്ഷിക്കാൻ സാധിക്കുമെന്നാണ്. ആസ് ദ മൂവ്മെൻറ്റ് ഓഫ് ദീസ് സാറ്റലൈറ്റ്സ് കറസ്പോണ്ട്സ് ടു ദ സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദ എർത്ത് ഇറ്റ് സ്റ്റേസ് കോൺസ്റ്റൻ്റ്ലി അബൌട്ട് എ സ്പെസിഫിക് പ്ലേസ് ഓൺ ദ എർത്ത്. അപ്പോൾ ഇത് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് ആദ്യം തന്നെ പറഞ്ഞു. ഇറ്റ് മൂവ് ഇൻ ഈക്വൽ വെലോസിറ്റി വിത്ത് എർത്ത് റൊട്ടേഷൻ. എർത്ത് റൊട്ടേഷൻ്റെ ഈക്വൽ വെലോസിറ്റിയിലാണ് ഈ സാറ്റലൈറ്റ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇറ്റ് സ്റ്റേ കോൺസ്റ്റൻ്റ്ലി അബോവ് എ സ്പെസിഫിക് പ്ലേസ് ഓൺ ദ എർത്ത്. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും ഭൂമിയിലെ ഒരു പ്രദേശത്തെ അഭിമുഖീകരിച്ച് നിലകൊള്ളുന്നു എന്നുള്ള കാര്യം ഇതിനൊരു സ്പെഷ്യാലിറ്റിയാണ്. ദിസ് ഹെൽപ്സ് ഇൻ കണ്ടിന്യൂസ് ഡാറ്റ കളക്ഷൻ ഓഫ് എൻ ഏരിയ. അപ്പോൾ ഒരു ഏരിയയിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഡാറ്റ കളക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നത് ഏത് സാറ്റലൈറ്റ്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് ഫോർ വെതർ സ്റ്റഡീസ്. അപ്പോൾ വെതർ സ്റ്റഡീസിനും ടെലികമ്മ്യൂണിക്കേഷനും വേണ്ടിയിട്ടൊക്കെയാണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഇന്ത്യാസ് ഇൻസാറ്റ് സാറ്റലൈറ്റ്സ് ആർ എക്സാമ്പിൾസ് ഓഫ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ്. അപ്പോൾ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സിന് എക്സാമ്പിൾസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇൻസാറ്റ് സീരീസ് ആണല്ലോ. ഇന്ത്യാസ് ഇൻസാറ്റ് സാറ്റലൈറ്റ്സ് എല്ലാം ഇതിൻ്റെ എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കണം. കാരണം ഇതിൻ്റെ പോയിന്റ്സ് എല്ലാം എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് സ്ലൈഡിൽ എങ്ങനെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതുപോലെ നമുക്ക് സൺ സിങ്ക്രോണസ് സാറ്റലൈറ്റ്സിൻ്റെ കാര്യം നോക്കാം. Sun synchronous satellites are the artificial satellites that passes around the earth along the poles. അതായത് പോൾസിൻ്റെ മുകളിലൂടെ, ദാറ്റ് മീൻസ് എന്താണ്, ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ വലം വയ്ക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ആണ് സൺ സിങ്ക്രോണസ് സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ഓർബിറ്റ് ഓഫ് ദീസ് സാറ്റലൈറ്റ്സ് ഈസ് എബൌട്ട് 900 കിലോമീറ്റർ ഇൻ ആൾട്ടിറ്റ്യൂഡ്. അപ്പോൾ ഇതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 900 കിലോമീറ്റർ ആണ്. ദി സർവൈലൻസ് ഏരിയ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദി ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്. അപ്പോൾ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിനെക്കാട്ടിലും എന്താണ് അതിൻ്റെ ഒരു സർവൈലൻസ് ഏരിയ എന്ന് പറയുന്നത് കുറച്ച് കുറവായിരിക്കും. നിരീക്ഷണ എന്താണ് പരിധി എന്ന് പറയുന്നത് കുറച്ചും കൂടി കുറവായിരിക്കും. ദ റിപ്പീറ്റേറ്റീവ് കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ ഓഫ് എ റീജിയൻ അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഈസ് പോസിബിൾ. ഇതിൻ്റെ പ്രത്യേകത എന്താണ്, റിപ്പീറ്റേറ്റീവ് ആയിട്ട് ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ ഒരു പെർട്ടിക്കുലർ ഏരിയയുടെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്യാൻ സാധിക്കും. യൂസ്ഡ് ഫോർ ദി കളക്ഷൻ ഓഫ് ഡാറ്റ ഓൺ നാച്ചുറൽ റിസോഴ്സസ്. നാച്ചുറൽ റിസോഴ്സിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യാം, ലാൻഡ് യൂസിന് വേണ്ടിയിട്ടും ഗ്രൗണ്ട് വാട്ടർ എക്സെട്ര വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു സൺ സിങ്ക്രോണസ് സാറ്റലൈറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദീസ് സാറ്റലൈറ്റ്സ് ആർ മെയിൻലി യൂസ്ഡ് ഫോർ റിമോട്ട് സെൻസിങ് പേർപ്പസസ്. അപ്പോൾ റിമോട്ട് സെൻസിങ് പേർപ്പസസിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഏതാണ്, സൺ സിങ്ക്രോണസ് സാറ്റലൈറ്റ്സ് ആണ്. ദീസ് സാറ്റലൈറ്റ്സ് ആർ മെയിൻലി യൂസ്ഡ് ഫോർ റിമോട്ട് സെൻസിങ് പേർപ്പസസ് ആണ്. ദെൻ സാറ്റലൈറ്റ്സ് ഇൻ IRS ലാൻഡ്സാറ്റ് സീരീസ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് സൺ സിങ്ക്രോണസ് സാറ്റലൈറ്റ്സ്. അപ്പോൾ സൺ സിങ്ക്രോണസ് സാറ്റലൈറ്റ്സിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാറ്റലൈറ്റ്സ് ഇൻ IRSഉം ലാൻഡ്സാറ്റ് സീരീസ് എല്ലാം നമുക്ക് ഇതിൻ്റെ എക്സാമ്പിളായിട്ട് പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ എന്ത് ചെയ്യണം, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പഠിച്ചു വെച്ചേക്കണേ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെയാണ്, വിച്ച് among the following is related to സൺ സിങ്ക്രോണസ് സാറ്റലൈറ്റ്. സൺ സിങ്ക്രോണസ് സാറ്റലൈറ്റുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നാണ്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഓർബിറ്റ്സ് ദ എർത്ത് അറ്റ് ആൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് 36,000 കിലോമീറ്റർ. ഇൻസാറ്റ് സീരീസ് ഓഫ് ഇന്ത്യ ബിലോങ്സ് ടു സച്ച് സാറ്റലൈറ്റ്സ്. റിവോൾവ് അറൌണ്ട് ദ എർത്ത് അലോങ് ദ പോൾസ്. 1/3 ഓഫ് ദ എർത്ത് കംസ് അണ്ടർ ഇറ്റ്സ് ഫീൽഡ് ഓഫ് വ്യൂ. അപ്പോൾ ഇതെന്താണ്, അപ്പോൾ ഇതിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ എന്താണ് സൺ സിങ്ക്രോണസ് സാറ്റലൈറ്റുമായി ബന്ധപ്പെട്ടുള്ളൂ അല്ലേ. ഏതാണ്, ഓപ്ഷൻ സി ആണ് അല്ലേ. റിവോൾവ് അറൌണ്ട് ദ എർത്ത് അലോങ് ദ പോൾസ്. ഈ തന്ന ഫസ്റ്റത്തെ പോയിന്റ് അല്ലേ, കണ്ടോ. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ബാക്കി വന്ന 3 പോയിന്റും കണ്ടോ, 36 കിലോമീറ്റർ, 1/3 ഓഫ് ദ വ്യൂവും ഇൻസാറ്റ്സ്, ഇതൊക്കെ എന്താണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കൽ ഇങ്ങനെയാണ് ചോദിച്ചതെങ്കിൽ ഞാൻ അടുത്ത പ്രാവശ്യം എന്ത് ചോദിക്കാം, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ഉണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യുക, ട്വിസ്റ്റ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ അല്ലേ. അപ്പോൾ ഇത് രണ്ട് എന്തെങ്കിലും വൃത്തിയായി പഠിച്ചു വെച്ചേക്കണം. ക്ലിയർ ആയില്ലേ?
ഇനി റിമോട്ട് സെൻസിൻ്റെ ഒരു കുറച്ച് യൂസസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ് ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. യൂസ് ഓഫ് റിമോട്ട് സെൻസിങ് ഫോർ ദി അസസ്മെൻറ്റ് ഓഫ് വെദർ ആൻഡ് ഇറ്റ്സ് ഒബ്സർവേഷൻസിന് വേണ്ടിയിട്ട്, ഓഷ്യൻ എക്സ്പ്ലോറേഷൻസിന് വേണ്ടിയിട്ട്, ടു അണ്ടർസ്റ്റാൻഡ് ദി ലാൻഡ് യൂസ് ഓഫ് എൻ ഏരിയ, ഒരു ഏരിയയുടെ ലാൻഡ് യൂസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഫോർ ദ മോണിറ്ററിങ് ഓഫ് ഫ്ലഡ് ആൻഡ് ഡ്രോപ്പ്, ഫോർ ഐഡൻറ്റിഫൈങ് ഫോറസ്റ്റ് ഫയേഴ്സ് ഇൻ ഡീപ്പ് ഫോറസ്റ്റ് ആൻഡ് ടു അഡോപ്റ്റ് കൺട്രോളിങ് മെഷേഴ്സ്. അപ്പോൾ ഏതെങ്കിലും ഫോറസ്റ്റിനകത്ത് തീയൊക്കെ പിടിക്കുകയാണെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിൻ്റെ കൺട്രോളിങ് മെഷേഴ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കാം, ഈ റിമോട്ട് സെൻസിങ് ടെക്നോളജി യൂസ് ചെയ്യാറുണ്ട്. ടു കളക്ട് ഡാറ്റ റിഗാർഡിംഗ് ദി എക്സ്റ്റെൻറ്റ് ഓഫ് ക്രോപ്സ് ആൻഡ് സ്പ്രെഡ് ഓഫ് പെസ്റ്റ് അറ്റാക്ക്, ഫോർ ഓയിൽ എക്സ്പ്ലോറേഷൻസ്, ടു ലൊക്കേറ്റ് ഗ്രൗണ്ട് വാട്ടർ പൊട്ടൻഷ്യൽ പ്ലേസസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ഇനി റിമോട്ട് സെൻസിനെ കുറിച്ച് കുറച്ച് ഫുൾ ഫോംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ എക്സാമിൽ അങ്ങനെ കണ്ടില്ല, എന്നാൽ നിങ്ങളൊന്ന് നോക്കി മനസ്സിലാക്കി ഒന്ന് വായിച്ച് വെച്ചേക്കണേ. വലിയ കാര്യങ്ങളൊന്നും തോന്നിയില്ല. അപ്പോൾ ഈ ഫോട്ടോ ഇൻ്റർപ്രിട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് വാസ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് ഡെറാഡൂൺ ആണ്, ഇൻ 1966 ആണ്, ഫോർ അനലൈസിങ് ആൻഡ് സ്റ്റഡിങ് ഏരിയൽ ഫോട്ടോഗ്രാഫി. ഏരിയൽ ഫോട്ടോഗ്രാഫിനെ കുറിച്ചുള്ള ഒരു ഫോട്ടോ ഇൻ്റർപ്രിട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഡെറാഡൂണിലാണ്, 1966 പിന്നീട് ലേറ്റർ ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബിക്കംസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ്, IIRS എന്നായി മാറുകയായിരുന്നു. ദ സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് ഇൻ ഇന്ത്യ ബിഗൻ വിത്ത് ദി ലോഞ്ച് ഓഫ് satellites Bhaskara 1 and Bhaskara 2 in 1970. Then institutions like National Remote Sensing, NRSC, then Indian Space Research Organization ISRO, Department of Space DOS and Space Application Center are constantly engaged in making of remote sensing for the welfare of the society. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് റിമോട്ട് സെൻസിങ് ടെക്നോളജീസ് ഒക്കെ കൊണ്ടുവരുന്ന ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ISRO, NRS, DOS എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക. The complete responsibility of collecting, storing, processing and distributing the data made available by Indian remote sensing satellites are vested in the hands of National Remote Sensing Center, whose headquarters is at Hyderabad. ഇതൊന്നും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ ആണ് ഇതിലുണ്ടാവുന്ന ഡാറ്റാസ് എല്ലാം എങ്ങനെ അത് പ്രോസസ്സ് ചെയ്യണം, എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈദരാബാദാണ്. അപ്പോൾ ഇത്ര മാത്രമേ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയി തോന്നിയുള്ളൂ. അപ്പോൾ നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്ററുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, ഹൈദരാബാദ് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ് റിമോട്ട് സെൻസിനെ കുറിച്ച് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് തന്നേക്കുന്നത്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്ക് എക്സാമിനും ചോദിച്ചത്, ഈ ഒരു ഭാഗത്ത് നിന്നാണ്. അപ്പോൾ ക്വസ്റ്റ്യനും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ കുറച്ച് പോയിൻറ്റ്സ് ഒക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കിതുപോലെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്ക്, നിങ്ങൾ സിലബസിൽ പറഞ്ഞ ടോപ്പിക്ക് SCERTുമായി കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സസ് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, മാക്സിമം ഷെയർ ചെയ്യുക, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് വാച്ചിങ് ഓൾ. താങ്ക് യു.